എല്ലാവർക്കും നല്ലൊരു ഹായ്. ഇന്ന് ലിസ്റ്റേജ് കിച്ചണിലാട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണാവോ ചേച്ചി ചെയ്യാൻ പോലെയെന്ന് അല്ലേ? കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇതെന്താണാവോ എന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെയൊക്കെ വീട്ടിലെല്ലാവർക്കും ആഗ്രഹമല്ലേ മല്ലിയില വളർത്തണമെന്ന്. അപ്പം മല്ലിയില എങ്ങനെയാണ് വളർത്താൻ പറ്റുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ട് ഫെയിലായതാണേ. അപ്പം ഇപ്പം ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ട് നല്ല സക്സസ് ആയിട്ട് വന്നു. അപ്പം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ മല്ലിയിലൊന്നും ഇല്ലായിരുന്നല്ലേ, നമ്മുടെ ആ ചെറുപ്പ കാലഘട്ടങ്ങളിൽ. ഇപ്പൊക്കെ നമ്മുടെ നാട്ടിലേക്ക് സുലഭമായി. നമ്മൾക്ക് എല്ലാ കറികളിലും മല്ലിയില ഇടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചട്നിയൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പം അതിനെ ശരിക്കും പറഞ്ഞാൽ മല്ലി നമ്മുടെ ഞങ്ങളിവിടെ ഇതാ വാങ്ങിച്ചിരിക്കുന്ന പാലാട്ടിന്റെ മല്ലി. ഒരുപാട് പഴയ മല്ലി പറ്റില്ല കേട്ടോ. പഴയതാണെങ്കിൽ ഇത് മുളയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നല്ല ഫ്രഷ് മല്ലി, ഇതൊരു മാസം മുൻപ് വാങ്ങിച്ചതാണത്. അത് ഞാനൊരു കൂട്ടില് കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഇടുവാണേ. ഏതെങ്കിലും ഒരു കൂട്ടിലിട്ടാൽ മതി. കൂട്ടിലിട്ടത് ഞാൻ സേഫ് ആവാനായിട്ടാണ് കൂട്ടിലിട്ടത്. അല്ലെങ്കിൽ നമ്മൾ കടലാസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതുകൊണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മല്ലിക്കകത്ത് 2 വിത്തുണ്ട്. അപ്പൊ അത് നമ്മൾ രണ്ടാക്കണമെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു ചപ്പാത്തി പലകയുടെ ഇതില്ലേ, കോല് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉണ്ടോ ഇതുപോലെ ആക്കിയാലാണ് ഇത് 2 ആവുള്ളൂ. നല്ല കിരീരൂന്ന് സൗണ്ട് കേൾക്കണല്ലേ. എന്നിട്ട് ഇതിപ്പോൾ 2 ആയി മല്ലി. ഇനി സാധാരണ ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ എടുക്കുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ ഫ്രൂട്ട്സും മീറ്റ് ഐറ്റംസ് ഒക്കെ വരുന്നതിനകത്ത്. അപ്പം ഞാൻ കഴുകിയെടുത്ത് വെക്കും. അതിനകത്തേക്ക് കുറച്ച് കൂടുതൽ ഇങ്ങനെ തിക്കായിട്ട് ഇടണേ, എന്നാലാണ് അത് തിക്കായിട്ട് വളരുള്ളൂ. നമ്മുടെ നാട്ടിൽ വിത്തൊക്കെ ഇടുമ്പോൾ പറയില്ലേ, ഒരെണ്ണം പോലും കളയരുതെന്ന് പറയില്ലേ, അതിലായിരിക്കും ചിലപ്പോൾ കൂടുതൽ ഫലമുള്ളത്. നന്നായിട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അതിനുശേഷം കുറച്ച് മണ്ണിട്ടിട്ട് അതൊന്ന് മൂടുക. നമ്മൾ സാധാരണ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ മല്ലിയില എനിക്കൊന്നും എല്ലാവർക്കും അങ്ങനെ വളർത്താൻ കിട്ടാറില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചതൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഇട്ട് ഇപ്പം നല്ല മൂടിയിട്ടുണ്ട്. മണ്ണൊക്കെ മൂടി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇച്ചിരി ഇത് മൂടിയാക്കാം. നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അല്പം വെള്ളം തെളിക്കണം. ഞാനിതിപ്പോൾ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. രാവിലെയും വൈകിട്ട് സ്പ്രേ ചെയ്യണേ. അതെല്ലാം അല്പം പ്രകാശമുള്ള സ്ഥലത്ത് വെക്കണം. ഇൻഡോറിലാണ് വെക്കണമെങ്കിൽ. പുറത്താണ് വെക്കണമെങ്കിൽ ഒരുപാട് സൂര്യപ്രകാശമുള്ളിടത്ത് വെക്കരുത്. ഇങ്ങനെ ഒരു ചെറിയൊരു തണലത്ത് കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നട്ടത്. ഇതൊരു 10 ദിവസത്തിനുള്ളിൽ കിളുത്ത് നന്നായിട്ട് വന്നു. പിന്നെ അപ്പം ഞാൻ കിളിപ്പിച്ചതാണ് ഈ കാണിക്കുന്നത്. വേണ്ട, ഇത് 2 ടൈപ്പിൽ നടാം നമുക്ക് വേണമെങ്കിൽ. ഇപ്പം ഞാൻ 2 ആക്കിയില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നടാം. അപ്പൊ കുറച്ച് പെട്ടെന്ന് മുളയ്ക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നട്ടാലും ഒരു കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും ഫാസ്റ്റ് ആയതുകൊണ്ട് ടൈം കുറവല്ലേ. അപ്പൊ ഞാൻ ഇത് വെള്ളത്തിൽ നട്ട് മുളപ്പിച്ചതാണത്. ഇത് വെള്ളത്തിൽ നടാതെ മുളപ്പിച്ചതാണത്. രണ്ടിനും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരു 12 to 15 days ആയിട്ടുണ്ടത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കാതിരിക്കാനായിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഇതിങ്ങനെ ഉണ്ടായി കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പം നിങ്ങളും വീട്ടിൽ ഇത് നടണം, കമന്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതിയെ. ഒള്ളി തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന പോലെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അങ്ങ് ചാഞ്ഞു പോകും. ഇതിന്റെ ഈ തണ്ടുകൾ വളരെ ശോഷിച്ചതാണ്. ഒട്ടും ബലമില്ല തണ്ടുകൾക്ക്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അല്പം ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് ഇങ്ങനെ പതുക്കെ ഓരോ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് മൊത്തം ചാഞ്ഞു പോകും. അപ്പൊ ഇതാണ് മല്ലിയില. ഇനി ഇതൊരു ഓർക്കിഡ് പ്ലാന്റ് ആണിത്. നമ്മുടെ നാട്ടിൽ ഈ കളർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ആരെങ്കിലും. ഇതിന്റെ ഒരു കളർ നോക്കി, ശംഖുപുഷ്പത്തിന്റെ ഒരു കളറും പിന്നെ വേറൊരു വെള്ള ഷെയ്ഡും അല്ലേ. പക്ഷെ ഇപ്പൊ പുതിയ വരുന്ന പൂവ് വെള്ളയാണ്. എന്തൊരു മാജിക്ക അല്ലേ. ഭയങ്കര ഇഷ്ടമായി. ഇത് ആരാ തന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ എൻ്റെ ചിറ്റയെ പറ്റി പറഞ്ഞില്ലായിരുന്നോ. ചിറ്റയുടെ മോനും ഫാമിലിയും ഇവിടെയുണ്ട്. മോന്റെ വൈഫിന്റെ പേര് സിന്ധു എന്നാണേ. അപ്പൊ സിന്ധുവിന്റെ അമ്മ ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പൊ അവരിവിടെ വന്നപ്പം അമ്മ സ്നേഹത്തോടെ എനിക്ക് തന്ന ഓർക്കിഡ് പൂവാണത്. ഓർക്കിഡ് ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഇതൊരു റയർ കളറാണത്. പിന്നെ പ്രത്യേകിച്ച് അമ്മമാര് തരുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്നേഹമാണല്ലോ അതിന്. അപ്പൊ ഞാൻ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് എൻ്റെ കിച്ചണിൽ ഞാൻ വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഓർക്കിഡും പിന്നെ മല്ലിയിലയും ഇഷ്ടമായി എന്ന് കരുതണം കേട്ടോ.